കൃഷ്ണ തന്റെ ഫൈനൽ തീരുമാനം അറിയിക്കുന്നതിനായി വരികയാണ്. ഞാനും ഉമയും തമ്മിൽ അരുതാത്തതായ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. നിന്നെ ചൊടിപ്പിക്കാനായിട്ടായിരുന്നു ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. എന്തായാലും എനിക്ക് കാവ്യയുടെ സാമീപ്യം ആവശ്യമാണ്. ഇന്നേക്ക് ഒരു മാസം സമയം തരാം. കാവ്യ എനിക്ക് അനുകൂലമായ തീരുമാനം പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഉമയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അപ്പോഴേക്കും ഉമയെ കാണുന്നില്ല. കൃഷി ചോദിക്കുന്നുണ്ട്, ഉമ എവിടെ? ഞാനാണെങ്കിൽ കലണ്ടറിൽ പോയിട്ട് അടയാളപ്പെടുത്തുകയായിരുന്നു. അതായത് അടുത്ത മാസം 17-ാം തീയതിക്ക് മുൻപ് തന്നെ കാവ്യ മറുപടി പറയണം. അല്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ഞാൻ ഉമയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതിൽ ഉമയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ചോദിക്കുകയാണ്. ഉമ വേറെ പരാതികളൊന്നും കാണില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോകുമ്പോൾ കാവ്യ ആകെ അന്തം വിട്ട് നിൽക്കുന്നു. അങ്ങനെ വേദനയിലിരിക്കുന്ന കാവ്യയുടെ റൂമിലേക്ക് ജയമോഹിനിയും ഭരത്തും കൂടി കയറി വരുന്നു. കാവ്യയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ. എന്താണ് കാര്യങ്ങൾ? ചില കാര്യങ്ങളിൽ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കൃഷ്ണയും ഉമയും തമ്മിൽ യാതൊരുവിധ അവിഹിത ബന്ധവുമില്ല. കൃഷ്ണ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതല്ലേ? അത് കേട്ട് ജയമോഹിനി പറയുന്നുണ്ട്, അതൊക്കെ അവൻ്റെ നാടകമാണ്. നാടകമാകില്ല. നാടകം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. മണിക്കുട്ടി എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ തോന്നലാണ്. രാധിക മരിച്ചിട്ടും ഇപ്പോഴും മണിക്കുട്ടി അമ്മയെന്ന് പറഞ്ഞിട്ട് രാധികയെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ആ ഒരു സ്ഥാനത്ത് അവൾക്ക് അങ്ങനെ മറ്റാരെയും കാണാൻ സാധിക്കുന്നുമില്ല. അതുമല്ല, മണിക്കുട്ടിക്ക് തിരിച്ചറിയാനുള്ള പ്രായവുമായി. മണിക്കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് കൃഷ്ണയും ഉമയും അവിഹിത ബന്ധം കാണിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് കേട്ടിട്ട് ജയമോഹിനി പറയുന്നു, അവിടെയാ നിനക്ക് തെറ്റിയത്. ആ മണിക്കുട്ടിക്ക് കൃഷ്ണയെ ജീവനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം മുതലെടുത്തുകൊണ്ടായിരിക്കാം അവൻ കെയർ ആയി ഉമയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഉമയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള മുഖവുമായിട്ട് നടക്കുന്നത്. അത് കേട്ട് കാവ്യ പറയുന്നുണ്ട്, എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. എന്തായാലും ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. കൃഷ്ണ പറഞ്ഞത് കേട്ടില്ലേ? 30 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനം പറയണമെന്ന്. ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങളൊന്ന് പുറത്തു പോ എന്ന് പറഞ്ഞിട്ട് ജയമോഹിനിയെയും ഭരത്തിനെയും കാവ്യ പുറത്താക്കുകയാണ്. ആ സമയത്ത് വളരെയധികം ടെൻഷനോടുകൂടെ അമ്മയും മകനും പുറത്തേക്ക് പോകുമ്പോൾ കാവ്യ വീണ്ടും ആലോചിക്കുകയാണ് കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ. അതേസമയം മണിക്കുട്ടി കിടക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനെയും ഉമയാൻ്റിയെയും കാണുന്നില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ കൃഷ്ണ ഉമയോട് പറയുന്നുണ്ട്, കാവ്യയോട് ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്തായാലും അവൾ നല്ലൊരു തീരുമാനം എടുക്കട്ടെ. മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, അച്ഛൻ്റെ തീരുമാനം കേട്ടിട്ട് അമ്മ എന്താ പറഞ്ഞത്? അവളൊന്നും പറഞ്ഞില്ല. ആലോചിക്കട്ടെ, ആലോചിച്ച ഒരു തീരുമാനം എടുക്കുമല്ലോ, അത് പറയട്ടെ. ഉമ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാടകം കളിച്ചു. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഉമ മനസ്സിൽ പറയുന്നുണ്ട്, ഇത് നാടകമല്ല, എൻ്റെ ജീവിതമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. അതേസമയം മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല, അമ്മയാണെങ്കിൽ അച്ഛന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുമോ? അച്ഛൻ്റെ കൈ പിടിക്കാനായിട്ട് അമ്മ വരുമോ? കൃഷ്ണ പറയുന്നുണ്ട്, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ കാവ്യ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കും. എന്നാൽ ഉമ ആ സമയത്ത് ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട്, എന്തായാലും കാവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. എല്ലാം കാവ്യയോട് തുറന്നു പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിനും ഒരു സന്തോഷമുണ്ടായത്. അപ്പോഴേക്കും ഉമ ആകെ പിണങ്ങിയ മട്ടിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മണിക്കുട്ടി പറയുന്നുണ്ട്, അമ്മ ഉറപ്പായിട്ടും അച്ഛൻ്റെ അടുക്കിലേക്ക് വരും. അതേസമയം കാവ്യ ആണെങ്കിൽ പാതിരാത്രിയായിട്ട് ഉറങ്ങാതെ ടെൻഷനടിച്ച് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ജയമോഹിനിയും ഭരത്തും മുത്തിനെ കാവ്യയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. മോളെന്താ ഉറങ്ങാത്തത് എന്ന് കാവ്യ ചോദിക്കുന്നു. അമ്മ വരാത്തത് കൊണ്ടാണോ ഉറങ്ങാത്തത്? അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അമ്മ വാ. അമ്മയില്ലെങ്കിൽ എനിക്ക് പേടിയാ. ഇത് കേട്ടിട്ട് കാവ്യ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്.
ഭരത് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ഉറക്കം കളഞ്ഞ് ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അവസാനം വല്ല അസുഖവും വരും. ചേച്ചി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. മറക്കണ്ട, അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതേ തുടർന്ന് കേൾക്കാൻ ഇടയാവുകയാണ് ഉമ. എന്തായാലും എനിക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് ഒരു വിലയുണ്ട്, പവിത്രതയുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ മുത്തിൻ്റെ അമ്മയും കൂടിയാണ്. അതുകൊണ്ട് അനുകൂലമായ തീരുമാനം എടുക്കണം എല്ലാവർക്കും വേണ്ടി. എന്തായാലും ഈ രാത്രി ഇങ്ങനെ പോകട്ടെ, ഞാനൊന്ന് കാര്യങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പ്രശ്നങ്ങളെല്ലാം തീർന്നാൽ പോരെ അമ്മേ? അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഒരു തീരുമാനമെടുക്കുന്നതാണ് നല്ലത് എന്ന് ജയമോഹിനിയോട് പറയുകയാണ് കാവ്യ. ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്നു ഉമ. ഭരത് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമോ? അങ്ങനെ തോറ്റുമാറാൻ കാവ്യയ്ക്ക് സമയമില്ല. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇനിയെങ്കിലും ആ ഒരു തീരുമാനം എടുത്തേ മതിയാകൂ. അത് ഇന്നത്തോടു കൂടി എടുക്കുകയും ചെയ്യും. രാവിലെ അത് ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് പറയുമ്പോൾ ഉമ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം കാവ്യ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അതായത് കൃഷ്ണയോട് ഇപ്പോഴും അടങ്ങാത്ത പ്രണയമാണ് ഉള്ളത്. പഴയകാല ഓർമ്മകളെല്ലാം കാവ്യയുടെ മനസ്സിലേക്ക് വരുന്നുമുണ്ട്. പഴയ റൊമാൻറ്റിക് മുഹൂർത്തങ്ങളാണ് ഇതേ തുടർന്ന് കാണിക്കുന്നത്. മുല്ലപ്പൂ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ മുല്ലപ്പൂ മേടിച്ചു വരികയും അത് കാവ്യയുടെ തലയിൽ ചൂടിക്കൊടുക്കുന്നതുമെല്ലാം. ഈ ചില കുസൃതികളെല്ലാം ഇതേ സമയം കാവ്യയും ഒപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം താൻ ജീവിതത്തിൽ ഒരുപാട് ആസ്വദിച്ചിരുന്നു. പക്ഷേ ആ ഒരു കാലം വീണ്ടും മടങ്ങി വരണമോ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ കൃഷ്ണയാകട്ടെ തന്നെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ജീവിതത്തിലേക്ക് ഉമയെയും കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ തന്നോട് തുറന്നു പറയുകയും ചെയ്ത കൃഷ്ണ തന്നെ പറ്റിക്കുകയാണോ? മാത്രവുമല്ല, ഇനി എൻ്റെ മുഖത്ത് എന്നാണ് ഒരു സന്തോഷം വരിക? ഉമയാണെങ്കിൽ മൊബൈൽ ചാർജ് ഇടാനായിട്ട് അവിടേക്ക് വരികയാണ്. അപ്പോഴാണ് കാവ്യ ഇരിക്കുന്നത് കണ്ടത്. ഇത് കണ്ട് അവളാകെ വല്ലാതാകുന്നു. മനസ്സിൽ ഒരുപാട് അസൂയ തോന്നുകയാണ്. ഇപ്പോൾ കൃഷ്ണയ്ക്ക് കാവ്യയോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും കാവ്യ കൃഷ്ണയോട് നാളെ പറയാൻ പോകുന്നത് എന്ന് അവൾക്ക് തോന്നുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു സ്നേഹം അവസാനിപ്പിക്കണം. എങ്ങനെ അത് സാധിക്കും എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഫോണിലേക്കൊരു കോൾ വരുന്നു. സൂസനാണല്ലോ. എങ്കിലും കാവ്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണ ആണെന്ന രീതിയിൽ സംസാരിക്കണം. പക്ഷേ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് ഫോണിൽ സംസാരിക്കാം. അങ്ങനെ ഫ്ലൈറ്റ് മോഡിലിട്ട് അവൾ തനിയെ നിന്ന് സംസാരിക്കുകയാണ്. ഹലോ, കൃഷ്ണ. ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. എന്താ? ആര്? മണിക്കുട്ടിയോ? മണിക്കുട്ടി ഉറങ്ങിയോ? എന്നാലേ മണിക്കുട്ടി ഉറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ ശബ്ദം കേൾക്കാൻ വിളിച്ചതാണോ? ഓക്കെ. ഇതാണ് കൃഷ്ണയുടെ കുഴപ്പം. ശബ്ദം വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കണമെന്നൊക്കെ തോന്നും. ശബ്ദം കേൾക്കുമ്പോൾ തോന്നും നേരിട്ട് കാണണമെന്ന്. അതെ, ഇത്തിരി കൂടി പോകുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ്. എൻ്റെ സ്വപ്നവുമായിട്ട് താലോലിച്ചിരിക്കുന്നു. അപ്പോഴേക്കും കൃഷ്ണ ചോദിക്കുന്നതാണ്, വിളിക്കുന്നു. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഇനി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ഞാൻ എന്തായാലും എല്ലാം നോക്കിയിട്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ കൊതിയൊക്കെ കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ് ഉമ. ഇത് കേട്ട് കാവ്യയ്ക്കാകെ ദേഷ്യവും വരുന്നു. കണ്ണൂരിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉമ പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവരും കൃഷ്ണയുടെ കള്ളത്തരം വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കൃഷ്ണയ്ക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥത ഉള്ളതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയ അവസരമാണ് ഇത്. ഓക്കെ കൃഷ്ണ, റൂമിൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ വരാം
എന്നും അറിയിച്ച് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കാവ്യയാകട്ടെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു. എന്തായാലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ തകർന്നു പോവുകയാണ് കാവ്യ. ആ നിമിഷത്തേക്ക് കാവ്യയ്ക്ക് മനസ്സിലാകുന്നില്ല. ഈശ്വര എന്ന് പറഞ്ഞിട്ട് നെഞ്ചിൽ കൈയും വെച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഉമയാണ് എങ്കിൽ കൃഷ്ണയോട് സംസാരിക്കുന്ന രീതിയിൽ തകർക്കുകയാണ്. ജയമോഹിനിയും ഭരതും അവിടേക്ക് വരികയും ഇത് കേൾക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇടയ്ക്ക് കാവ്യയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോഴേക്കും ഉമ പറയുന്നു, എന്താ കൃഷ്ണ ഇങ്ങനെ വാശി പിടിക്കാതെ? ഇവിടെ ഇപ്പോൾ ആരും ഉറങ്ങിയിട്ടില്ല. കാവ്യ ഉറങ്ങിയിട്ടില്ലെന്നേ. എന്തായാലും ഒരു 12 മണി കഴിയട്ടെ. 12 മണി കഴിയുമ്പോൾ ഞാൻ റൂമിലോട്ട് വരാം. ഉറപ്പ്. ഞാനല്ലേ പറയുന്നത്. അതുവരെ വാശി പിടിക്കാതിരിക്കെ. അതുകൂടെ കേൾക്കുന്നത് കാവ്യയെ വീണ്ടും വേദനിപ്പിക്കുകയാണ്. ആകെ വെറുത്തുപോയിരിക്കുന്നു കാവ്യ. മനഃപൂർവ്വം ഈ ഉമയാണ് എങ്കിൽ അവിടെ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയുമാണ്. സങ്കടത്തിൽ അവിടെ നിൽക്കുന്ന കാവ്യ അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുകയാണ്. ഇതേസമയം ഉമ അവിടെ നിന്ന് കൃഷ്ണയുടെ റൂം ലക്ഷ്യമാക്കി പോകുന്നു. അതുകൂടെ കാണുമ്പോൾ കാവ്യ ആകെ സങ്കടപ്പെട്ട് നോക്കുകയാണ്. പക്ഷേ ഉമ കാവ്യയോട് പ്രതികാരം വീട്ടിയ ആ സന്തോഷത്തിലാണ്. ഈ സമയം കാവ്യയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നത്. ആകെ തകർന്ന തരിപ്പണമായ പോലെ കാവ്യ ഇരിക്കുകയും ചെയ്യുന്നു. ജയമോഹിനിക്കും അതുപോലെ തന്നെ ഭരത്തിനും ഇത് കണ്ട് സന്തോഷമാകുന്നുണ്ട്. തൻ്റെ ദുർവിധി ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ് തലയ്ക്ക് കയ്യും താങ്ങിക്കൊണ്ട് കാവ്യ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.